കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്കകം പ്രതിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. നാറാത്ത് സ്വദേശിയാണ് അറസ്റ്റിലായത്. പ്രതി പൊട്ടിച്ചത് മുക്കുപണ്ടമായിരുന്നു. സ്കൂട്ടറിൽ എത്തി വഴി ചോദിച്ച് നിൽക്കുന്നതിനിടെയാണ് പന്നേൻപാറയിലെ കാർത്തിയേനിയുടെ കഴുത്തിൽ നിന്നും പ്രതി മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. ഇത് CCTV ദൃശ്യത്തിൽ വ്യക്തമായും പതിഞ്ഞിട്ടുമുണ്ട്. പരാതി കിട്ടിയ ഉടൻ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് ടീം അന്വേഷണം വ്യാപിപ്പിച്ചു. CCTVയിൽ നിന്നും പ്രതി എത്തിയ വാഹനം മനസ്സിലാക്കി. ഒരു സ്ത്രീയുടെ പേരിലായിരുന്നു സ്കൂട്ടർ. ആ അന്വേഷണം ചെന്നെത്തിയത് നാറാത്ത് സ്വദേശിയായ പ്രതി ഇബ്രാഹിമിന്റെ ഭാര്യ വീട്ടിൽ. ആദ്യ കടലായി കുറുവയിലെ ഭാര്യ വീട്ടിൽ നിന്നും ഇബ്രാഹിമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ പേഴ്സിൽ നിന്നും കവർച്ച ചെയ്ത മാലയും കണ്ടെടുത്തു. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ റോൾഡ് ഗോൾഡാണ് കാർത്തിയായനി ധരിച്ചിരുന്നത്. വ്യാഴാഴ്ച രാവിലെ 11:30 പന്നേൻപാറ ഫുൾഡി മുക്കിൽ വെച്ചാണ് പ്രതി മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. LICയിലെ ഗംഗാധരന്റെ വീട് ചോദിച്ചാണ് പ്രതി കാർത്തിയായനിയോട് സംസാരം തുടങ്ങിയത്. അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പോയി. തിരികെ വന്ന് വീണ്ടും സ്ഥലത്തെപ്പറ്റി ചോദിച്ചു. ഇതിനിടയിലാണ് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. മാല കുരുങ്ങി കാർത്തിയായനിയുടെ കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. സെക്യൂരിറ്റി ജോലി ചെയ്യുന്നയാളാണ് ഇബ്രാഹിം. ഇയാൾക്കെതിരെ നേരത്തെ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്ക് പുറമെ SI അനുരൂപ്, സ്ക്വാഡ് അംഗങ്ങളായ CP നാസർ, റമീസ്, മിഥുൻ, ഷൈജു, സനൂപ്, ബൈജു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പട്ടാപ്പകൽ വയോധികയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച സംഭവം നാടിനാകെ ഭീതിയായിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.